ഹായ് ഓൾ, ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ബ്രിട്ടീഷ് വംശ പാരമ്പര്യമുള്ള ഇന്ത്യൻ എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട്. അദ്ദേഹമാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. തൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ താമസിക്കുന്ന ഒരു കുട്ടി ആ വീട്ടിലുള്ള വലിയൊരു ബാനിയൻ ട്രീ, ഒരു ആൽമരത്തിലിരുന്നു കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ കഥയിൽ മെയിനായിട്ടും കാണുന്നത്. നേച്ചർ അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള ബോണ്ടിൻ്റെ ഒരു പ്രത്യേക സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഒക്കെ ഈ കഥയിലുടനീളം നമുക്കിങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ കഥയിലുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ? ലെറ്റ്സ് സീ. Adventures in a Banyan Tree. Though the house and the grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine. ഇന്ത്യയിലുള്ള ഞങ്ങളുടെ വീടിൻ്റെ പരിസരവും ഒക്കെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഡൊമെയിൻ അല്ലെ ഗ്രാൻഡ് ഫാദറിൻ്റെ സാമ്രാജ്യമായിരുന്നുവെങ്കിലും അവിടെയുള്ള മാഗ്നിഫിഷ്യൻ്റ് വളരെ പ്രൗഢഗംഭീരമായ ആ ബാനിയൻ ട്രീ, ആ ആൽമരം ആർക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു? നമ്മുടെ നെറേറ്ററിന് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. എന്തായിരിക്കും ഇതിന് കാരണം? ചീഫ്ലി അല്ലെങ്കിൽ മെയിൻലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. അപ്പോൾ എന്താ കാരണം? 65 വയസ്സുള്ള നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ഇപ്പം ഈ മരത്തിലൊന്നും വലിഞ്ഞ് കയറാനായിട്ട് പറ്റത്തില്ല. ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം അബൌട്ട് ദിസ് ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൺ കൗണ്ടസ് ഓഫ് ഡെസ്മൗണ്ട്, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ഈ മരത്തിൽ കയറാൻ പറ്റില്ല എന്ന പേരിൽ ഏതോ ഒരു കൗണ്ടസ് ഓഫ് ഡെസ്മണ്ടിൻ്റെ പേരും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി ഈ ഗ്രാൻഡ് ഫാദറിനെ എപ്പോഴും ഇങ്ങനെ ടീസ് ചെയ്യുമായിരുന്നു, ഇങ്ങനെ കളിയാക്കുമായിരുന്നു. ആരാണ് ഈ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്? 117 വയസ്സ് പ്രായമുള്ള ഒരു ഇംഗ്ലീഷ് സ്ത്രീയാണ് ഈ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. അപ്പോൾ ഈ സ്ത്രീ ഒരു ദിവസം 117 വയസ്സായപ്പോൾ ഒരു ആപ്പിൾ മരത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വലിഞ്ഞു കയറി അവിടെ നിന്ന് ഉരുണ്ട് മറിഞ്ഞ് വീണാണ് ഈ സ്ത്രീ മരിച്ചു പോയത്. ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സ്ത്രീ കുറച്ച് നാളും കൂടെ ജീവിച്ചിരുന്നേനെ. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബാനിയൻ ട്രീ വിച്ച് കർവ്ഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ forming a maze of arches gave me endless pleasure. അപ്പോൾ വലിയ പഴക്കം ചെന്ന ആൽമരങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ ആ ബ്രാഞ്ചസ്, ആ ചില്ലകളൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക അല്ലേ? അത് മാത്രമല്ല, അതിൻ്റെ ആ ബ്രാഞ്ചസ് ഇങ്ങനെ കേർവ് ചെയ്ത് ഇങ്ങനെ വളഞ്ഞ് താഴെ ഗ്രൗണ്ടിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് വേര് പിടിച്ച് പിന്നെയും വളരും. അപ്പം ഇങ്ങനെയുള്ള ഈ ആൽമരം they form a maze of arches. Maze is a complicated network of paths and hedges. ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന കുറുക്ക് വഴികളെയാണ് നമ്മൾ മെയ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ആൽമരത്തിൻ്റെ വേര് കൊണ്ടുള്ള ഈ ആർച്ചസ് ഒരു മെയ്സ് പോലെ ഈ മരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ വളരെ സങ്കീർണമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ നറേറ്ററിന് ഭയങ്കര സന്തോഷമാണ്. ഇറ്റ് ഗേവ് ഹിം endless pleasure. അനന്തമായിട്ടുള്ളൊരു സന്തോഷം നമ്മുടെ നറേറ്ററിന് ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യും. The tree was older than the house, older than the grandfather. അപ്പോൾ ഈ മരം ആ വീടിനേക്കാളും ഗ്രാൻഡ് ഫാദറിനേക്കാളും ഒക്കെ ഒത്തിരി പഴക്കം ചെന്ന, ഒത്തിരി പ്രായം ചെന്ന മരമാണ്. As old as the town of Dehra, nestling in a valley at the foot of Himalayas. അപ്പോൾ ഹിമാലയത്തിൻ്റെ ഫുട്ട് അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ ചോട്ടിലുള്ള ഒരു വാലി, ഒരു താഴ്വരയിൽ നെസൽ ചെയ്യുന്ന അല്ലെങ്കിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഡെഹ്റ എന്നു പേരുള്ള വളരെ പഴക്കം ചെന്ന ഒരു ടൗൺ അല്ലെങ്കിൽ നഗരത്തിൻ്റെ അത്രയും പ്രായം ആർക്കുണ്ട്? നമ്മുടെ ഈ ആൽമരത്തിനുണ്ട്. My first friend and familiar was a small grey squirrel. അപ്പം ഹിയർ ഫെമിലിയർ മീൻസ് എ ക്ലോസ് ഫ്രണ്ട് ഓർ അസോസിയേറ്റ്, ഉറ്റ സ്നേഹിതൻ എന്നാണ്. അപ്പം നമ്മുടെ നെറേറ്ററിൻ്റെ ആദ്യത്തെ ഫ്രണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഉറ്റ സ്നേഹിതൻ ആരായിരുന്നു? ഒരു ചെറിയ ഗ്രേ ചാര നിറമുള്ള ഒരു അണ്ണാനായിരുന്നു. ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. അപ്പം അണ്ണാൻ ഇങ്ങനെ അതിൻ്റെ ബാക്ക് ഇങ്ങനെ ആർച്ച് ചെയ്ത് ഇങ്ങനെ ആർച്ച് പോലെ ആക്കിയാണ് നിൽക്കുന്നത് അല്ലേ? അതുപോലെ നിന്ന്
സ്നിഫിങ് ഇൻ ടു എയർ. അപ്പം നമ്മൾ കണ്ടിട്ടില്ല അണ്ണാൻ ഇങ്ങനെ അതിന് മൂക്ക് ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മണം പിടിക്കുന്നത്. അപ്പം അങ്ങനെ സ്നിഫ് ചെയ്തുകൊണ്ട് സ്നിഫിങ് ദ എയർ, he seemed at first to resent my invasion of his privacy. Here, resent എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മ എന്നാണ്. അപ്പം ആദ്യമൊക്കെ തൻ്റെ പ്രൈവസി, തൻ്റെ ആ സ്വകാര്യതയിലേക്ക് ഇൻവേഡ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് വരുന്ന ആ കുട്ടിയോട് നമ്മുടെ അണ്ണാന് ചെറിയൊരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. But when he found that I did not arm myself with a catapult or air gun, he became friendlier. ഹിയർ കാറ്റപ്പൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ലുകൊണ്ട് ഇങ്ങനെ എറിയുന്ന തെറ്റാലിയില്ലേ, അതിനാണ് കാറ്റപ്പൾട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നെറേറ്ററിൻ്റെ കയ്യിൽ ഒരു തെറ്റാലിയോ അല്ലെങ്കിൽ ഒരു എയർ ഗൺ അല്ലെങ്കിൽ ഒരു തോക്കോ ഒന്നും ഇല്ലയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമ്മുടെ അണ്ണാൻ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയി, കുറച്ചും കൂടെ കൂട്ടുകൂടാൻ തുടങ്ങി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്വിറ്റ്, he grew bolder and finally became familiar enough to take food from my hands. അപ്പോൾ പിന്നീട് കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങി? അവന് കിട്ടുന്ന ചെറിയ കേക്കും ചെറിയ ബിസ്ക്കറ്റ്സും ഒക്കെ ഈ അണ്ണാന് വേണ്ടി അവിടെ ഇട്ടിട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഹി ഗ്രൂ ബോൾഡ്, നമ്മൾ അണ്ണാന് കുറച്ചും കൂടി ഒരു ധൈര്യം വെച്ചു. അപ്പം ഇങ്ങനെ മെല്ലെ മെല്ലെ അടുത്ത് അവസാനം ഈ കുട്ടിയുടെ കയ്യിൽ നിന്നും ഭക്ഷണം എടുക്കാൻ മാത്രം നമ്മുടെ അണ്ണാൻ ഈ കുട്ടിയോട് വളരെ കമ്പനിയായി. അപ്പോൾ രണ്ടുപേരും നല്ല കൂട്ടായി. ബിഫോർ ലോങ് he was delving into my pockets and helping himself to whatever he could find. Here, to delve means to reach inside a place and search for something. നമ്മൾ കൈയിട്ടിങ്ങനെ പരതുന്നതിനെയാണ് ഡെൽവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ബിഫോർ ലോങ്, അധികം വൈകാതെ തന്നെ നമ്മുടെ അണ്ണാൻ കുഞ്ഞ് ഈ കുട്ടിയുടെ പോക്കറ്റിലൊക്കെ കൈയിട്ടിട്ട് അവന് തനിക്ക് കിട്ടുന്ന സാധനമൊക്കെ ഇങ്ങനെ പരതി എടുത്തുകൊണ്ട് പോകാനൊക്കെ തുടങ്ങി. He was a very young squirrel. അപ്പോൾ വളരെ പ്രായമില്ലാത്ത ചെറിയൊരു അണ്ണാൻ കുഞ്ഞായിരുന്നു ഇത്. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് probably thought him headstrong and foolish for trusting a human. Here, headstrong means willful and determined. അതായത് താന്തോന്നിയായ, എടുത്തുചാട്ടക്കാരനായ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു മനുഷ്യനെ ട്രസ്റ്റ് ചെയ്യാൻ മാത്രം താന്തോന്നിയായ അല്ലെങ്കിൽ ഫൂളിഷ്, ഒട്ടും ബുദ്ധിയൊന്നും ഇല്ലാത്ത ഒരു അണ്ണാനാണ് ഇത് എന്ന് ഈ അണ്ണാൻ കുഞ്ഞിൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ വിചാരിക്കുന്നുണ്ടാവൂ എന്ന് ആര് പറയുവാണ്? ഈ നറേറ്റർ പറയുവാണ്. ഇൻ ദ സ്പ്രിംഗ് when the banyan tree was full of small red figs, birds of all kinds would flock into its branches. Here, flock means a number of birds of one kind. ഒരേ തരത്തിലുള്ള ബേർഡ്സ് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടം കൂടി വരുന്നതിനാണ് നമ്മൾ ഫ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം ഇൻ ദ സ്പ്രിംഗ് അല്ലെങ്കിൽ വസന്തകാലമാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ആൽമരത്തിൽ മുഴുവൻ ഇങ്ങനെ ചെറിയ ചുവന്ന ഫിക്സ് അല്ലെങ്കിൽ അതിൻ്റെ കായ്കൾ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരുപാട് തരത്തിലുള്ള ബേർഡ്സ് ഇങ്ങനെ ഫ്ലോക്കായിട്ട് കൂട്ടമായിട്ട് വന്നിട്ട് അതിൻ്റെ ചില്ലുകളിലൊക്കെ ഈ കാ തിന്നാനായിട്ട് വരും. ഇനി ഏതൊക്കെ പക്ഷികളാണ് ഇങ്ങനെ കാ തിന്നാനായിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ദ റെഡ് ബോട്ടം ബുൾബുൾ, ചിയർഫുൾ ആൻഡ് ഗ്രീഡി. ഗ്രീഡി എന്ന് പറഞ്ഞാൽ കുറച്ച് കൊതിയൊക്കെ ഉള്ളതെന്നാണ്. ചിയർഫുൾ, നല്ല പ്ലസൻ്റായിട്ട് എപ്പോഴും ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കുന്ന. ഗ്രീഡി, കുറച്ച് കൊതിയൊക്കെയുള്ള, ഇങ്ങനെ വയറിൻ്റെ ഭാഗത്ത് ചുമന്ന നിറമുള്ള ബുൾബുൾ പക്ഷി. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്. ഹിയർ റോസി പാസ്റ്റേഴ്സ് മീൻസ് റോസി സ്റ്റാർലിംഗ് എന്ന പേരുള്ള പ്രത്യേക തരം ഒരു പക്ഷിയാണ്. ആൻഡ് ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരദൂഷണം പറയാനാണ്. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരദൂഷണം പറയുന്ന പോലെ ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കും. ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രോസ്. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ കുറേ തത്തകളും ഉണ്ടാവും, കുറേ കാക്കകളും ഉണ്ടാവും. അപ്പോൾ എന്തായിരിക്കും ഇവരെല്ലാം കൂടെ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ടാവുക? സ്ക്വാബിളിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. ഹിയർ സ്ക്വാബിൾ മീൻസ് ടു ക്വാറൽ നോയ്സ്ലി. ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ വഴക്ക് കൂടുന്നതിനെയാണ് നമ്മൾ സ്ക്വാബിൾ ചെയ്യുക പറയുന്നത്. അപ്പോൾ ഈ പക്ഷികളൊക്കെ ഇങ്ങനെ മരത്തിലിരുന്ന് എന്നാ ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടായിരിക്കും ഇവർ ഫുൾ ടൈം അവിടെ ഇരിക്കുക. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ ദ ബാനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. അപ്പോൾ ഈ പഴം പാകമാകുന്ന ഈ ഫിഗ് സീസണിൽ ആ പരിസരത്തെ തന്നെ ഏറ്റവും നോയ്സിയസ്റ്റ്, ഏറ്റവും ബഹളമുള്ള സ്ഥലം ഏതായിരിക്കും? ഈ ബാനിയൻ ട്രീ ആയിരിക്കും, ഈ ആൽമരമായിരിക്കും. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. Halfway up the tree, അതായത് ഈ മരത്തിൻ്റെ ഏതാണ്ട് പകുതി ഹൈറ്റിൽ നമ്മുടെ നറേറ്റർ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഇരിപ്പിടം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ചൂടൊന്നും ഇല്ലാത്ത ഉച്ച നേരങ്ങളിൽ ഇവിടെ ആയിരിക്കും നമ്മൾ നറേറ്റർ ടൈം സ്പെൻഡ് ചെയ്യുക. I could read there,
propping myself up against the bole of the tree with cushions taken from the drawing room. Here, prop means to support or keep in position. ഇങ്ങനെ താങ്ങി നിർത്തുന്നതിനാണ് നമ്മൾ prop എന്ന് പറയുന്നത്. And bole means the trunk of the tree. അപ്പോൾ ഈ മരത്തിൻ്റെ ആ മെയിൻ തടീനെയാണ് നമ്മൾ ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രോയിങ് റൂമിൽ നിന്ന് മടിച്ചു മാറ്റിക്കൊണ്ട് വരുന്ന കുറച്ച് കുഷ്യൻസ് ഒക്കെ ഈ മരത്തിൻ്റെ തടിയിലേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ബോളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് താങ്ങി നിന്ന് അങ്ങോട്ടേക്ക് പ്രോപ്പ് ചെയ്ത് നമ്മുടെ നറേറ്റർ അവിടെ ഇരുന്ന് ഇങ്ങനെ വായിക്കാറൊക്കെയുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ നറേറ്റർ വായിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ നറേറ്റർ നമ്മൾ ചിലരെ പോലെ ഒന്നും അല്ല, നല്ല വായനാശീലമൊക്കെയുള്ള കുട്ടിയാണ്. എന്താണ് നമ്മുടെ നറേറ്റർ വായിച്ചുകൊണ്ടിരുന്നതെന്ന് നമുക്ക് നോക്കാം. ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസ് ആൻഡ് ലോയിസ മേ ആൽകോട്ട് മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സഡ് റീഡിങ്. അപ്പം വ്യത്യസ്ത തരത്തിലുള്ള കഥകളാണ് നമ്മുടെ നറേറ്റർ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന ടൈപ്പ് കഥകളെന്നൊന്നുമില്ല. ചിലവർക്കാണെങ്കിൽ ചിലപ്പോൾ അഡ്വഞ്ചർ സ്റ്റോറീസ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് റൊമാൻറ്റിക് സ്റ്റോറീസൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മുടെ നറേറ്ററിന് അങ്ങനെയൊന്നുമില്ല, പല തരത്തിലുള്ള കഥകൾ നമ്മുടെ നറേറ്റർ വായിക്കുമായിരുന്നു. ഒരു മിക്സഡ് റീഡിംഗ് ആയിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. When I did not feel like reading, I could look down through the banyan leaves at the world below. അപ്പോൾ ഇനി വായിക്കാൻ വലിയ മൂഡൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ നറേറ്റർ എന്ത് ചെയ്യും? ഈ ബാനിയൻ ലീവ്സിൻ്റെ ഇടയിലൂടെ ആ താഴെയുള്ള ലോകത്തിലേക്ക് അവനിങ്ങനെ നോക്കിയിരിക്കും. എന്തൊക്കെയാണ് താഴെ സാധാരണ അവൻ കാണാറുള്ള കാഴ്ചകൾ? അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് മദർ ഇങ്ങനെ നനഞ്ഞ തുണിയൊക്കെ ഇങ്ങനെ അയലിങ്ങനെ ഹാങ് ചെയ്തിടുമായിരിക്കും, അല്ലെങ്കിൽ ഉണങ്ങിയ തുണി ഇങ്ങനെ ടേക്ക് ഡൗൺ ചെയ്യുമായിരിക്കും, തിരിച്ചിങ്ങനെ എടുത്തു വെക്കുമായിരിക്കും. ഇനി വേറെന്താ കാണുക? At the cook quarreling with a fruit vendor. Here, vendor is a person offering something for sale. എന്തെങ്കിലുമൊക്കെ വിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ വെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പഴം വിൽക്കുന്ന ആളുമായിട്ട് നമ്മുടെ പരിചാരകൻ ഇങ്ങനെ ക്വാറൽ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നതായിരിക്കും നറേറ്റർ മോളിൽ നിന്ന് കാണുന്നുണ്ടാവുക. വേറെയോ? At grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. Here, grumbling means the action or fact of complaining in a bad tempered way. നമ്മളിങ്ങനെ പിറുപിറുക്കാന്ന് പറയില്ലേ, അപ്പോൾ പിറുപിറുക്കുന്നതിനെയാണ് നമ്മൾ ഗ്രംബ്ലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഹാർഡി മീൻസ് നല്ല ധീരതയുള്ള, നല്ല സാഹസികമായ എന്നാണ്. അപ്പം നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഇംഗ്ലീഷ് ടൈപ്പിലുള്ള ആ ഗാർഡനിൽ സ്പ്രിങ് ചെയ്യണം അല്ലെങ്കിൽ പൂക്കണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷടിക്കുന്ന ഇന്ത്യൻ മാരിഗോൾഡ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ജമന്തി പൂക്കളെ നോക്കിക്കൊണ്ട് നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ ഇഷ്ടക്കേടോടുകൂടി ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഈ ബാനിയൻ ട്രീയുടെ മുകളിൽ നിന്നും അവ ഇങ്ങനെ കാണാറുള്ള പതിവ് കാഴ്ചകൾ. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബാനിയൻ ട്രീ. സാധാരണ അവൻ അത്ര എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യാൻ മാത്രം ഒന്നും തന്നെ ഈ ബാനിയൻ ട്രീയുടെ മുകളിൽ നിന്ന് അവൻ താഴേക്ക് നോക്കുമ്പോൾ അവൻ കാണാറൊന്നുമില്ല. ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. പക്ഷെ ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ആ വേനൽക്കാലം മുഴുവൻ അവനെ എക്സൈറ്റഡ് ആക്കാൻ മാത്രം പാകത്തിനുള്ള വളരെ പ്രത്യേകതയുള്ള ഒരു സംഭവം സംഭവിച്ചു. എന്താ നോക്കാം. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. ഒരു കീരി, ഒരു മങ്കൂസ്, ഒരു കീരിയും ഒരു കോബ്ര, ഒരു കരിമൂർക്കനും കൂടെ തങ്ങളുടെ മരണം വരെ എന്നതുപോലെ ഫൈറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് ആ ബാനിയൻ ട്രീയുടെ മുകളിൽ നിന്നും അവൻ കണ്ടത്. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന കാഴ്ചയൊന്നും അല്ല ഇതല്ലേ. അപ്പം എങ്ങനെയാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. It was an April afternoon. ഏപ്രിൽ മാസം ഉച്ചതിരിഞ്ഞ നേരം. And the warm breezes of approaching summer had sent everyone, including grandfather, indoors. അപ്പം വേനൽക്കാലം അപ്രോച്ച് ചെയ്യുവാണ്, അടുത്ത് വരുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വാം ബ്രീസസ്, നല്ല ചൂടുള്ള കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ വേനൽക്കാലത്ത് നമ്മൾ ഉച്ച തിരിഞ്ഞ നേരത്തൊന്നും അങ്ങനെ പുറത്തിറങ്ങത്തില്ല അല്ലേ. അതെന്നെ കാരണം നല്ല ചൂടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ അടക്കമുള്ളവർ വീടിൻ്റെ അകത്തായിരുന്നു, ഇൻഡോഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. When I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden.
ഹിയർ ഡ്രൗസി മീൻസ് സ്ലീപ്പിനെസ് അല്ലെങ്കിൽ ഉറക്കം തൂങ്ങുക എന്നാണ്. അപ്പം നമ്മുടെ നെറേറ്ററിനും ചെറിയൊരു ഉറക്കമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ പുറകിലുള്ള പോണ്ട്, ആ കുളത്തിൽ പോയിട്ടൊന്ന് നീന്തിയാലെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അവൻ എന്ത് കാണുന്നത്? എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, വലിപ്പമുള്ള ഒരു കരിമൂർക്കൻ. Gliding out of a clump of cactus. Here, gliding means to move with a smooth, quiet motion. ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ ഗ്ലൈഡ് ചെയ്യാന്ന് പറയുന്നത്. അപ്പം എവിടെ നിന്നാണ് അവൻ ഗ്ലൈഡ് ചെയ്ത് വരുന്നത്? Out of a clump of cactus. Here, clump means a small group of plants growing closely together. ഇങ്ങനെ ചെടികൾ ഇങ്ങനെ അടുത്ത് കൂട്ടം കൂടി ഇങ്ങനെ വളരുന്നതിനെയാണ് നമ്മൾ ക്ലംപ് എന്ന് പറയുന്നത്. അപ്പം കാക്ടസ് അല്ലെങ്കിൽ ഒരു കള്ളിമുള്ളി ചെടിയുടെ ഒരു കൂട്ടത്തിൽ നിന്നുമാണ് അവനിങ്ങനെ ഇഴഞ്ഞ് പുറത്തേക്ക് വരുന്നത്. ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. അപ്പം പുള്ളി എങ്ങോട്ടാണ് ഇഴഞ്ഞു പോകുന്നത്? ആ പൂന്തോട്ടത്തിൽ തന്നെ കുറച്ച് തണുപ്പൊക്കെ കിട്ടുന്ന സ്ഥലം നോക്കിയാണ് പുള്ളി അവിടുന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. At the same time, a mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. അപ്പം അതേ സമയത്ത് തന്നെ ആരവിടെ പ്രത്യക്ഷപ്പെട്ടു? നമ്മുടെ നറേറ്റർ സാധാരണ അവിടെ കാണാറുണ്ടായിരുന്ന ഒരു മങ്കൂസ്, ഒരു കീരി അങ്ങോട്ടേക്ക് വന്നു. എമേർജ് ഫ്രം ദ ബുഷസ്, അവിടെയുള്ള ബുഷിൽ നിന്നും എമേർജ് ചെയ്ത് പുറത്തേക്ക് വന്ന് വെന്റ് സ്ട്രെയിറ്റ് ഫോർ ദ കോബ്ര, ഈ കോബ്രയുടെ നേരെ അവനങ്ങോട്ട് ചെന്നു. ഇൻ എ ക്ലിയറിംഗ് ബെനീത്ത് ദ ട്രീ, ഇൻ ബ്രൈറ്റ് സൺഷൈൻ, ദേ കെയിം ഫേസ് ടു ഫേസ്. ഈ മരത്തിൻ്റെ ചോട്ടിലെ ഒരു ക്ലിയറിംഗ്, ഒരു തുറസായ സ്ഥലത്ത്, ഇൻ ബ്രൈറ്റ് സൺഷൈൻ, നല്ല തെളിഞ്ഞ സൂര്യപ്രകാശത്തിൽ ഈ കീരിയും പാമ്പും ഇങ്ങനെ മുഖത്തോട് മുഖം ഇങ്ങനെ വന്നു. Cobra knew only too well that the grey mongoose, 3 feet long, was a superb fighter, clever and aggressive. Here, aggressive means ready or likely to attack. ഇങ്ങനെ ആക്രമിക്കാനായിട്ട് റെഡിയായി നിൽക്കുക എന്നാണ്. അപ്പം തന്നെ ആക്രമിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഈ 3 അടി മാത്രം നീളമുള്ള ഈ കീരി വളരെ ക്ലെവർ, നല്ല ബുദ്ധിയുള്ള സൂപ്പർ ഫൈറ്റർ ആണെന്ന് ആർക്കറിയായിരുന്നു? ഈ കോബ്രയ്ക്ക് നല്ലപോലെ അറിയായിരുന്നു. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ് ഫൈറ്റർ ടു. പക്ഷെ നമ്മുടെ കോബ്ര ചില്ലറക്കാരനാണോ? വളരെ സ്കിൽഫുള്ളായ, വളരെ എക്സ്പീരിയൻസ്, നല്ല പരിചയസമ്പന്നനായ ഫൈറ്ററാണ് നമ്മുടെ കോബ്ര. He could move swiftly and strike with the speed of a light. Here, swiftly എന്ന് പറഞ്ഞാൽ ഭയങ്കര വേഗത്തിൽ എന്നാണ്. അപ്പോൾ നമുക്കറിയാം 1.07 ബില്യൺ km/h ആണ് ലൈറ്റിൻ്റെ സ്പീഡ്. അപ്പം അത്രയും സ്പീഡിൽ ഇങ്ങനെ പാഞ്ഞ് ചെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ, കൊത്താനായിട്ട് ആർക്ക് പറ്റും? ഈ കോബ്രയ്ക്ക് പറ്റും. And the sacs behind his long sharp fangs were full of deadly venom. അപ്പം ഹിയർ ഫാങ്സ് എന്ന് പറഞ്ഞാൽ വിഷപ്പല്ല് എന്നാണ്. അപ്പം നല്ല മൂർച്ചയുള്ള ആ വിഷപ്പല്ലിൻ്റെ പിന്നിൽ ഉള്ള സാക്സ് അല്ലെങ്കിൽ സഞ്ചിയിൽ എന്തുണ്ട്? ഡെഡ്ലി ആയിട്ടുള്ള വിഷം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. അപ്പം 2 പേരും നല്ല യോഗ്യന്മാരായതുകൊണ്ട് ഇത് ഒരു ചാമ്പ്യൻസിൻ്റെ, ഒരു വിജയികളുടെ ബാറ്റിലാവാനാണ് സാധ്യത. ഹിസ്സിങ് ഡിഫൈൻസ്. ഹിയർ ഡിഫൈൻസ് മീൻസ് ഓപ്പൺ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എതിർപ്പ് എന്നാണ്. അപ്പോൾ ഈ പാമ്പ് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഹിസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചീറ്റുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ ഇങ്ങനെ ഹിസ് ചെയ്തുകൊണ്ട് തൻ്റെ എതിർപ്പ് ഇങ്ങനെ പ്രകടിപ്പിച്ച് നിൽക്കുകയാണ് നമ്മുടെ പാമ്പ്. ഹിസ് ഫോക്ഡ് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. ഹിയർ ഡാർട്ട് മീൻസ് ടു മൂവ് ഓർ റൺ സഡൻലി. ഇങ്ങനെ ശരം പോലെ വേഗം ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡാർട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ പാമ്പിൻ്റെ നാക്കൊരു പ്രത്യേകതയുള്ള നാക്കാണല്ലേ, ഇങ്ങനെ ഒരു വെട്ട് വീണതുപോലെ, ഇങ്ങനെ ഫോർക്ക് പോലെയാണ്. അപ്പോൾ അങ്ങനെ ഫോർക്ക് പോലുള്ള ആ നാക്ക് ഇങ്ങനെ പുറത്തേക്കും അകത്തോട്ടും ഇങ്ങനെ ഡാർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പാമ്പ്. The cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. Here, spectacled means like spectacles, ഇങ്ങനെ കണ്ണാടി പോലെ എന്നാണ്. അപ്പോൾ ഈ പാമ്പിൻ്റെ ഈ പത്തിയിൽ ഇങ്ങനെ സ്പെക്ടിക്കിൾസ് പോലെ ഷേപ്പുള്ള ഒരു പ്രത്യേക അടയാളമുണ്ട് അല്ലേ? അപ്പം അങ്ങനെയുള്ള ഈ പത്തി ഇങ്ങനെ വിരിഞ്ഞ നല്ല ബ്രോഡായിട്ടുള്ള ആ പത്തി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തൻ്റെ 6 അടി നീളത്തിൽ 3 അടി നീളവും ഇങ്ങനെ ഗ്രൗണ്ടിൽ നിന്നും ഉയർത്തിപ്പിടിച്ച് ചീറ്റിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ കോബ്ര. The mongoose bushed his tail. അപ്പം നമ്മുടെ കീരി എന്താ ചെയ്യുന്നത്? തൻ്റെ വാലൊക്കെ ഇങ്ങനെ ബുഷ് പോലെ ആക്കി ഇങ്ങനെ വിറപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ്. The long hair on his spine stood up.
അപ്പം തൻ്റെ നട്ടലിലുള്ള ആ നീളമുള്ള ഹെയറൊക്കെ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ വിറപ്പിച്ച് നിർത്തി ആക്രമിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ കീരി. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. Fatal means causing death അല്ലെങ്കിൽ മരണകാരണം എന്നാണ്. അപ്പം മുന്നേ ആണെങ്കിലും ഈ തിക്ക് ഹെയർ, ആ തിക്കായിട്ടുള്ള അവൻ്റെ ആ രോമം തന്നെയാണ് പല കടികളിൽ നിന്നും നമ്മുടെ കീരിനെ രക്ഷിച്ചിട്ടുള്ളത്. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. Here, combatants means people engaged in a conflict. പോരാളികൾ എന്നാണ്. അപ്പോൾ ഇവിടുത്തെ പോരാളികൾ കീരിയും പാമ്പുമാണ്. അപ്പം ഇവർ രണ്ടുപേരും ഈ ബാനിയൻ ട്രീയുടെ മുകളിലിരിക്കുന്ന ഓതറിൻ്റെ പ്രസൻസ്, ഓതറിൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ they soon became aware of the arrival of 2 other spectators. Here, spectator is a person who watches the show. അതായത് ഷോ കാണുന്ന കാണികളെയാണ് നമ്മൾ സ്പെക്ടേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോ ഇവർ തമ്മിലുള്ള ഒരു ബാറ്റിൽ കാണാനായിട്ട് 2 കാണികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രസൻസ് അല്ലെങ്കിൽ അവരുടെ വരവ് നമ്മുടെ കീരിയും പാമ്പും അറിഞ്ഞിട്ടുണ്ട്. One was a myna and other a jungle crow, not the wily urban crow. അപ്പോൾ ഈ 2 കാണികൾ ആരൊക്കെയാണ്? ഒന്നൊരു മൈനയാണ്, മറ്റേത് ഒരു ജംഗിൾ ക്രോ, കാട്ടിലൊക്കെ കാണുന്ന ഒരു കാക്കയാണ്. നോട്ട് ദ വൈലി urban crow. Here, wily means skilled at gaining an advantage. വളരെ കപടതയുള്ള സൂത്രശാലിയായിട്ടുള്ള urban crow, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കാക്കയല്ല, ഒരു കാട്ടിൽ കാണപ്പെടുന്ന ഒരു കാക്കയാണ് ഇവിടെ വന്നിട്ടുള്ളത്. They had seen these preparations for ബാറ്റിൽ. അപ്പോൾ ഈ ബാറ്റിൻ്റെ ഉള്ള പ്രിപ്പറേഷൻസ്, അതായത് അതിൻ്റെ ആ തുടക്കത്തിലുള്ള ആ പരിപാടികളൊക്കെ ആര് കാണുന്നുണ്ടായിരുന്നു? ഈ 2 പേരും കാണുന്നുണ്ടായിരുന്നു. ആൻഡ് ഹാഡ് സെറ്റിൽഡ് ഓൺ ദി കാക്ടസ് ടു വാച്ച് ദ ഔട്ട്കം. ഹിയർ ഔട്ട്കം എന്ന് പറഞ്ഞാൽ റിസൾട്ട് അല്ലെങ്കിൽ ഫലം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഫലം എന്താവും എന്നറിയാനുള്ള ആകാംക്ഷയോട് കൂടി 2 പേരും തൊട്ടടുത്തുള്ള ആ കള്ളിമുള്ളി ചെടിയിൽ കാക്ടസിൽ വന്നിങ്ങനെ ഇരുന്ന് കാണുകയാണ്. Had they been content only to watch, all would have been well with both of them. Here, content എന്ന് പറഞ്ഞാൽ സംതൃപ്തി എന്നാണ്. അപ്പോൾ ഈ 2 പേരും ഈ പരിപാടി കാണുന്നതിൽ സംതൃപ്തരായിരുന്നു എങ്കിൽ 2 പേർക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്താ നമുക്ക് നോക്കാം. The cobra stood on the defensive. Here, defensive means intended to defend or protect. പ്രതിരോധപരമായി എന്നാണ്. അപ്പം ആ ഒരു അറ്റാക്ക്, തൻ്റെ നേരെയുള്ള അറ്റാക്കിനെതിരെ ഇങ്ങനെ പ്രതിരോധപരമായിട്ട് ഡിഫെൻസീവായിട്ട് നിൽക്കുകയാണ് നമ്മുടെ കോബ്ര. Swaying slowly from side to side, trying to mesmerize the mongoose into making a false move. Here, swaying എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ താളത്തിൽ ആടുന്നതിനെയാണ്, പാമ്പിങ്ങനെ ആടുന്ന കേട്ടില്ല, അതിനാണ് നമ്മൾ swaying എന്ന് പറയുന്നത്. And mesmerize means capture the complete attention of someone. അപ്പോൾ ഹിപ്നോട്ടൈസ് ചെയ്ത് മയക്കുന്നതിന് നമ്മൾ മെസ്മറൈസ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ട് നമ്മുടെ ഈ മങ്കൂസിനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് അതിനൊരു ഫാൾസ് മൂവ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അതിനെ ചാടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാമ്പ്. ബട്ട് the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. പക്ഷെ നമ്മുടെ കീരി എത്ര പാമ്പിനെ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ കീരിക്ക് നമ്മൾ തൻ്റെ ഒപ്പോണൻറ്റ്, തൻ്റെ എതിരാളിയുടെ ഗ്ലാസി, കണ്ണാടി പോലുള്ള അൺവിങ്കിങ്, ഇങ്ങനെ ഇമ വെട്ടാത്ത ആ കണ്ണുകളുടെ പവർ, കണ്ണുകളുടെ ശക്തി നല്ലതുപോലെ അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹി റെഫ്യൂസ് ടു മീറ്റ് ദം എന്ന് പറഞ്ഞാൽ ആ കണ്ണുകളിലേക്ക് നോക്കാനായിട്ട് ആര് കൂട്ടാക്കിയില്ല? കീരി കൂട്ടാക്കിയില്ല. ഇൻസ്റ്റെഡ് he fixed his gaze at a point just below the cobra's hood and opened the attack. Here, gaze എന്ന് പറഞ്ഞാൽ നോട്ടെന്നാണ്. അപ്പോൾ ആ പാമ്പിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാതെ കീരി ആ പാമ്പിൻ്റെ ഹൂഡ് അല്ലെ പത്തിയുടെ തൊട്ട് താഴേക്ക് തൻ്റെ നോട്ടം ഇങ്ങനെ ഉറപ്പിച്ചിട്ട് ഓപ്പൺഡ് ദ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് നോക്കാം. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി until he was just within the cobra's reach, he made a feint to one side. Here, feint means a mock attack or movement. ഒരു നാട്യം അല്ലെങ്കിൽ ഉപായം എന്നാണ്.
അപ്പോൾ എന്താണ് നമ്മുടെ കീരി കാട്ടിയ ഉപായം നോക്കാം. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി, അപ്പോൾ വേഗത്തിൽ മുന്നോട്ടേക്ക് കുതിച്ചിട്ട് ഈ പാമ്പിന് കൊത്താൻ പാകത്തിന് ആ ഒരു അടുത്ത ഒരു ഡിസ്റ്റൻസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് നമ്മുടെ കീരി സൈഡിലേക്ക് അങ്ങ് മാറിക്കളഞ്ഞു. ഒരു ഫെയിൻറ്റ്, ഒരു നാട്യം, ഒരു ഉപായം അവിടെ നമ്മുടെ കീരി എടുത്തു. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. അപ്പോൾ കോബ്ര വിചാരിച്ചത് നമ്മുടെ കീരി അടുത്തേക്ക് വന്നെന്നല്ലേ. അപ്പോൾ വേഗം തന്നെ കോബ്ര എന്ത് ചെയ്തു? ആഞ്ഞങ്ങ് സ്ട്രക്ക് ചെയ്തു, ആഞ്ഞങ്ങ് കൊത്തി. His great hood came down so swiftly that I thought nothing could save the mongoose. അപ്പോൾ വളരെ സ്പീഡിൽ, സ്വിഫ്റ്റ്ലി, വളരെ സ്പീഡിലാണ് നമ്മുടെ ഈ പാമ്പ് ആഞ്ഞ് കൊത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓതർ വിചാരിച്ചു ഈ മങ്കൂസ് മരിച്ചു പോയിട്ടുണ്ടാവുമെന്ന്. ബട്ട് the little fellow jumped neatly to one side. പക്ഷേ കീരി ഭയങ്കര വില്ലനാണ്. കീരി പെട്ടെന്ന് വളരെ നീറ്റായിട്ട് സൈഡിലേക്ക് മാറിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് darted in as swiftly as the cobra. ഹിയർ ഡാർട്ട് എന്ന് പറഞ്ഞാൽ, ഡാർട്ട് എന്ന് പറഞ്ഞാൽ ശരം പോലെ, ശരവേഗത്തിൽ നമ്മുടെ ഈ കോബ്രേനെ പോലെ തന്നെ നമ്മുടെ കീരി മൂവ് ചെയ്യുകയാണ്. ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക് ആൻഡ് ഡാർട്ടിങ് അവേ അഗെയിൻ ഔട്ട് ഓഫ് ദ റീച്ച്. അപ്പം ശരവേഗത്തിൽ നീങ്ങി എന്താ ചെയ്തത്? നമ്മുടെ ഈ കോബ്ര കുത്താനായിട്ട് ഇങ്ങനെ തല കുനിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അതിൻ്റെ ബാക്കിൽ ചെന്നിട്ട് നമ്മുടെ കീരി കടിച്ചു. എന്നിട്ട് ആ സ്പീഡിൽ, അതേ സ്പീഡിൽ തന്നെ വേഗം സൈഡിലേക്ക് മാറിക്കളയുകയും ചെയ്തു. The moment the cobra struck, the crow and the myna hurled themselves at him. അപ്പോൾ ഇതൊക്കെ കണ്ട് രണ്ട് കാണികൾ ഇരിപ്പുണ്ട്, നമ്മുടെ മൈനയും കാക്കയും. അപ്പം എന്താണ് ഇവർ ചെയ്തത്? ഹിയർ ഹേൾ മീൻസ് വീശിയെടുക്കുക എന്നാണ്. ത്രോ ഓർ ഇമ്പൽ വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. അപ്പം ഇവർ രണ്ടുപേരും നമ്മുടെ ഈ കോബ്ര ആഞ്ഞു കൊത്തിയ ആ നേരത്ത് എന്താ ചെയ്തത്? ദേ ഹേൾഡ് ദംസെൽവ്സ് അറ്റ് ഹിം. രണ്ടുപേരും ഈ കോബ്രയുടെ നേരെ വീശിയങ്ങെടുത്തു. ഓൺലി ടു കൊളൈഡ് ഹെവ്ലി ഇൻ മിഡ് എയർ. ഹിയർ കൊളൈഡ് മീൻസ് ടു ഹിറ്റ് ബൈ ആക്സിഡൻറ്റ് വെൻ മൂവിങ്. കൂട്ടിയിടിക്കുക എന്നാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? രണ്ടുപേരും നമ്മുടെ പാമ്പിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വീശിയെടുത്തു. പക്ഷെ രണ്ടുപേരും അന്തരീക്ഷത്തിൽ കൂട്ടിയിടിക്കുകയാണ് ഉണ്ടായത്. ഷ്രീക്കിംഗ് അറ്റ് ഈച്ച് അതർ ദേ റിട്ടേൺഡ് ടു ദ കാക്ടസ് പ്ലാന്റ്. ഹിയർ ഷ്രീക്കിംഗ് മീൻസ് ഹൈ പിച്ച്ഡ് ക്രൈ ഓർ സൗണ്ട്. അപ്പോൾ ഈ പക്ഷികളൊക്കെ ഇങ്ങനെ ഹൈ പിച്ച് സൗണ്ടിൽ ഇങ്ങനെ ചിലക്കില്ലേ, അപ്പോൾ അതുപോലെ ഇങ്ങനെ ചിലച്ചുകൊണ്ട് രണ്ടുപേരും എന്ത് ചെയ്തു? ചമ്മി തിരിച്ച് ആ കാക്ടസ് അല്ലെങ്കിൽ കള്ളിമുള്ളി ചെടിയിലേക്ക് തിരിച്ചു പോയിരുന്നു. A few drops of blood glistened on the cobra's back. Here, glisten means shine with a sparkling light. ഇങ്ങനെ തിളങ്ങുക എന്നാണ്. അപ്പോൾ ഈ കടി കൊണ്ട പാമ്പിൻ്റെ ബാക്കിൽ ചോരത്തുള്ളികൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. The cobra struck again and missed. അപ്പം അടുത്ത പ്രാവശ്യവും കോബ്ര ആഞ്ഞു കൊത്താൻ ശ്രമിച്ചു, പക്ഷേ ഇപ്രാവശ്യവും മിസ്സായിപ്പോയി. Again the mongoose sprang aside, jump in and bite. Here sprang means to move or jump suddenly or rapidly. ഇങ്ങനെ വേഗം മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്പ്രാങ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം മുന്നത്തെ പോലെ തന്നെ നമ്മുടെ മങ്കൂസ്, നമ്മുടെ കീരി പെട്ടെന്ന് മാറി അതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ ഈ പാമ്പിൻ്റെ ബാക്കിൽ പോയി കടിച്ചു. Again the birds dived at the snake, bumped into each other instead and returned shrieking to the safety of cactus. Here bump means knock or run into someone. അപ്പോൾ മുന്നത്തെ പോലെ തന്നെ നമ്മുടെ ഈ രണ്ട് കാണികളുണ്ടല്ലോ, മൈനയും കാക്കയും, ഇവർ രണ്ടുപേരും പാമ്പിനെ കൊത്താനായിട്ട് പാമ്പിന് നേരെ ഇങ്ങനെ പറന്നു വന്നു, കൂട്ടിയിടിച്ചു, അതുപോലെ തന്നെ തിരിച്ച് ചമ്മി കാക്ടസ് പ്ലാന്റിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. The third round followed the same course as the first, but with one dramatic difference. Here dramatic എന്ന് പറഞ്ഞാൽ നാടകീയമായ എന്നാണ്. അപ്പോൾ മൂന്നാമത്തെ തവണയും ആദ്യത്തെ പോലെ തന്നെ സെയിം അതേ പാറ്റേണിൽ ഇതേ കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷേ നാടകീയമായിട്ടുള്ളൊരു വ്യത്യാസം, ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടായിരുന്നു. എന്താണത്? The crow and the myna still determined to take part in the proceedings. Here proceedings എന്ന് പറഞ്ഞാൽ an event or series of activities. അപ്പോൾ ആ ഒരു ഈവൻറ്റിൽ അല്ലെങ്കിൽ ആ പ്രൊസീഡിങ്സിൽ ടേക്ക് പാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കണമെന്ന് ഉറച്ച തീരുമാനത്തോടെ ഇരിക്കുകയാണ് നമ്മുടെ കാക്കയും മൈനയും. Dived at the cobra, but this time they missed each other as well as their mark. അപ്പം മൂന്നാമത്തെ തവണയും അവർ അതേ കാര്യങ്ങൾ ചെയ്യുകയാണ്. പക്ഷേ ഇപ്രാവശ്യം രണ്ടുപേരും നമ്മുടെ ഈ പാമ്പിൻ്റെ നേരെ ഡൈവ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? രണ്ടുപേരും കൂട്ടിയിടിച്ചില്ല. അതുപോലെ തന്നെ അവരുടെ ആ മാർക്ക് എന്ന് പറഞ്ഞാൽ
പാമ്പാണ്. ആ മാർക്കും അവർക്ക് മിസ്സായിപ്പോയി. ദ മൈന ഫ്ലൂ ഓൺ. മൈന എന്താ ചെയ്തത്? അപ്പോൾ ഇത് രണ്ടും സംഭവിക്കാത്തപ്പോൾ മൈന പിന്നെ പറന്നങ്ങ് പോയി. ആൻഡ് റീച്ച്ഡ് ഇറ്റ്സ് പെർച്ച്. ബട്ട് ദ ക്രോ ട്രൈ ടു പുൾ അപ്പ് ഇൻ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക്. അപ്പോൾ നമ്മുടെ മൈന അവിടെ മിസ്സായി കഴിഞ്ഞാൽ മൈന നേരെ പറന്നു പോയിട്ട് പേർച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്ത് ചേക്കേറി, ആ കാക്ടസിൽ ചേക്കേറി ഇരുന്നു. പക്ഷേ കാക്കയ്ക്ക് എന്താ സംഭവിച്ചത്? കാക്ക ഹി ട്രൈ ടു പുൾ അപ്പ് ഇൻ മിഡ് എയർ. ഹിയർ പുൾ അപ്പ് എന്ന് പറഞ്ഞാൽ ടു കം ടു പോസ് ഓർ സ്റ്റോപ്പ്. പുള്ളപ്പ് എന്നാൽ അവിടെ നിൽക്കുക, ഹാൾട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുക എന്നാണ്. അന്തരീക്ഷത്തിൽ അതങ്ങ് നിന്നു. എന്നിട്ടോ ആൻഡ് ടേൺ ബാക്ക്, അത് തിരിച്ചു വന്ന് പാമ്പിനെ കൊത്താനായിട്ട് ശ്രമിച്ചു. ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ്. അപ്പോൾ ഇത്രയും ചെയ്യാനായിട്ട് നമ്മുടെ ആ കാക്ക എടുത്ത ആ ഒരൊറ്റ സെക്കൻഡ് ഉണ്ടല്ലോ, ആ സെക്കൻഡിൽ എന്താ സംഭവിച്ചത്? ദ കോബ്ര whipped ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. ഹിയർ whipped മീൻസ് സ്ട്രൈക്ക് ഓർ ബീറ്റ് വയലൻ്റ്ലി. ആ ഒരു സെക്കൻഡിൽ നമ്മുടെ പാമ്പിന് ആ ഒരു സെക്കൻഡ് കിട്ടി. പാമ്പ് എന്ത് ചെയ്തു? തിരിഞ്ഞു വന്ന ഈ കാക്കേനെ ആഞ്ഞ് കൊത്തി. His snout thudding against the crow's body. Here, snout means projecting nose and mouth of an animal. അപ്പം ഈ ജന്തുക്കളുടെ മൂക്കും വായും ചേർന്ന ഭാഗത്തിന് നമ്മൾ സ്നൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്നൗട്ട് ഈ കാക്കയുടെ ദേഹത്ത് പോയിട്ട് ഇങ്ങനെ തഡ് ചെയ്തു, ഇങ്ങനെ ആഞ്ഞിങ്ങനെ ഇടിച്ചു. I saw the bird flung nearly 20 feet across the garden. അപ്പം ഈ പൂന്തോട്ടത്തിൻ്റെ ഏകദേശം ഒരു 20 അടിയോളം ദൂരെയോട്ട് നമ്മുടെ കാക്ക ഇങ്ങനെ ഫ്ലങ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ടു മൂവ് സഡൻലി, വേഗം ഇങ്ങനെ പറന്നു പോകുന്നത് ആര് കണ്ടു? നമ്മുടെ ഓതർ കണ്ടു. ആഫ്റ്റർ ഫ്ലറ്ററിങ് എബൌട്ട് ഫോർ എ വൈൽ ഇറ്റ് ലേ സ്റ്റിൽ. അപ്പോൾ ആ 20 അടി ദൂരെ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഫ്ലട്ടർ ചെയ്യുന്ന പറഞ്ഞാൽ ചിറകൊന്ന് അടിച്ചിട്ട് നമ്മുടെ കാക്ക ഇങ്ങനെ ലേ സ്റ്റിൽ, അതിങ്ങനെ അനങ്ങാതെ മരിച്ച് കിടന്നു. The myna remained on the cactus plant, very wisely refrained from interfering again. Here, refrain means to stop oneself from doing something. സ്വയം നിയന്ത്രിക്കുക എന്നാണ്. അപ്പോൾ നമ്മുടെ മൈനയ്ക്ക് കാര്യം മനസ്സിലായി. മൈന വളരെ വൈസ്ലി, വളരെ ബുദ്ധിപൂർവം വീണ്ടും ഇൻ്റർഫിയർ ചെയ്യാതെ, വീണ്ടും ആ ഇവൻറ്റിൽ ഇടപെടാതെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ആ കാക്ടസ് പ്ലാന്റിൽ തന്നെ ഇരുന്നു. The cobra was weakening. അപ്പോൾ നമ്മുടെ കോബ്രയുടെ ശക്തിയൊക്കെ മെല്ലെ ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ട്. And the mongoose, walking fearlessly up to it, raised himself on his short legs and with lightning snap had the big snake by the snout. പക്ഷേ നമ്മുടെ കീരി walking fearlessly up to it എന്ന് പറഞ്ഞാൽ വളരെ ധൈര്യത്തോടു കൂടി, ഒട്ടും പേടിയില്ലാതെ ഈ പാമ്പിൻ്റെ നേരെ മെല്ലെ നടന്നു ചെന്നിട്ട് എന്താ ചെയ്തത്? റേസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്, തൻ്റെ കുഞ്ഞു കാലുകളിൽ ഇങ്ങനെ ഉയർന്നു നിന്ന് വിത്ത് ലൈറ്റനിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. ലൈറ്റനിങ് സ്നാപ്പ് എന്ന് പറഞ്ഞാൽ ഞൊടിയിട കൊണ്ട് ആ പാമ്പിൻ്റെ സ്നൗട്ട്, ആ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ അതിൻ്റെ കൈപ്പിടിയിലാക്കി. ദ കോബ്ര writhed. Here, writher means to twist or bend as in pain. അപ്പോൾ വേദന കൊണ്ട് നമ്മുടെ പാമ്പ് ഇങ്ങനെ പൊളഞ്ഞു. And lashed about in a frightening manner. Here, LAKSHYA എന്ന് പറഞ്ഞാൽ to move quickly. അപ്പം വളരെ പേടിപ്പെടുത്തുന്ന ഒരു മാനറിൽ ഈ പാമ്പ് ഇങ്ങനെ പൊളഞ്ഞു. And even coiled itself about the mongoose. അപ്പം തൻ്റെ വാലുകൊണ്ട് ഈ മങ്കൂസിനെ ഇങ്ങനെ കോയിൽ ചെയ്യാൻ, ഇങ്ങനെ ചുറ്റിപ്പണയാൻ വരെ നമ്മുടെ പാമ്പ് ശ്രമിച്ചു. But all to no avail. Here avail means use or benefit. അതുകൊണ്ടൊന്നും യാതൊരു ഉപകാരവും ഉണ്ടായില്ല. The little fellow hung grimly on until the snake had ceased to struggle. Here grimly means very serious manner. അപ്പോൾ ഈ പാമ്പ് എന്നൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ ആ സ്ട്രഗിൾ, അതിൻ്റെ ആ ഒരു വെപ്രാളമൊക്കെ സീസ് ചെയ്യുന്നോണം വരെ, എന്ന് പറഞ്ഞാൽ നിർത്തുന്നോണം വരെ നമ്മുടെ മങ്കൂസ് വളരെ സീരിയസ് ആയിട്ട് അതിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. He then smelt along its quivering length. Here, quivering means to tremble. ആ പാമ്പിൻ്റെ ആ വിറയ്ക്കുന്ന ആ ദേഹം ഇങ്ങനെ ഒന്ന് സ്മെൽറ്റ്, ഇങ്ങനെ ഒന്ന് മണത്ത് നോക്കിയിട്ട് ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദ ഹൂഡ്, അതിൻ്റെ ആ ഹൂഡ്, അതിൻ്റെ പത്തിയിൽ ഇങ്ങനെ ഗ്രിപ്പ് ചെയ്ത് മുറുക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഡ്രാഗ്ഡ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്. ആ ബുഷിലേക്ക്
അതിൻ്റെ ആ ദേഹം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വലിച്ചുകൊണ്ട് കീരി പോയി. The myna dropped cautiously to the ground. Cautiously means വളരെ ശ്രദ്ധയോടുകൂടി. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ അവശേഷിച്ചിരുന്ന ആ കാണിയായിട്ടുള്ള മൈന ആ കാക്ടസ് പ്ലാന്റിൽ നിന്നും ഇങ്ങനെ ആ ഗ്രൗണ്ട് അല്ലെങ്കിൽ നിലത്തേക്ക് ഇങ്ങനെ ചാടി ഡ്രോപ്പ് ചെയ്തു. Hopped about. Here, hop means to move by jumping with both feet at once. അപ്പോൾ പക്ഷികൾ ഇങ്ങനെ രണ്ട് കാലും ഒരുമിച്ച് വെച്ച് ഇങ്ങനെ ചാടുന്ന കണ്ടിട്ടില്ലേ, അങ്ങനെ ഹോപ്പ് ചെയ്തിട്ട് peered into the bushes from a safe distance. പിയർ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് നോക്കുക എന്നാണ്. ആ കീരി പാമ്പിനെ കൊണ്ടുപോയി ആ ബുഷിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് മാറി എന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ആൻഡ് ദെൻ വിത്ത് എ ഷ്രിൽ ക്രൈ ഓഫ് കൺഗ്രാറ്റുലേഷൻ ഫ്ലൂ അവേ. അപ്പം നമ്മുടെ കീരിയെ അഭിനന്ദിക്കും പോലെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യും പോലെ ഷ്രിൽ ക്രൈ ഇങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ ഒന്ന് ചിലച്ചിട്ട് അത് പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house. അപ്പം നമ്മുടെ ഈ മൈനെ പോലെ തന്നെ വളരെ കോഷ്യസ്, വളരെ ശ്രദ്ധയോടുകൂടി ഈ മരത്തിൽ നിന്ന് നമ്മുടെ ഓതറും ഇറങ്ങി, എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. I told grandfather of the fight I had seen. അപ്പം ചെന്ന പാടെ മുത്തച്ഛനോട് ഈ ഫൈറ്റിനെ പറ്റി, താൻ കണ്ട ഈ ബാറ്റിലിനെ പറ്റി മുത്തച്ഛനോട് ഓതർ പറഞ്ഞു. He was pleased that the mongoose had won. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് സന്തോഷമായി നമ്മുടെ കീരി ജയിച്ചു എന്ന് കേട്ടപ്പോൾ. He had encouraged it to live in the garden to keep away the snakes. അപ്പോൾ ആക്ച്വലി ഈ കീരി ഈ കാട്ടിൽ താമസിക്കുന്നത് ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമായിരുന്നു. ഗ്രാൻഡ് ഫാദർ അത് എൻകറേജ് ചെയ്തിരുന്നു. കാരണം എന്താണ്? പാമ്പുകളെ കീരി ഓടിച്ചോളൂ. ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ. സ്ക്രാപ്സ് എന്ന് പറഞ്ഞാൽ തരി. അപ്പം അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ ഭക്ഷണ തരികളൊക്കെ ഇട്ട് അതിനെ ഇങ്ങനെ എൻകറേജ് ചെയ്ത്, അവനെ അവിടെ തന്നെ ജീവിക്കാനായിട്ട് എൻകറേജ് ചെയ്ത് ഗ്രാൻഡ് ഫാദർ കൊണ്ടു നടന്നിരുന്നായിരുന്നു. He had never tried taming it. Here, tame means to domesticate, അല്ലെങ്കിൽ മെരുക്കുക അല്ലെങ്കിൽ ഇണക്കുക എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കുമെങ്കിലും അതിനെ മെരുക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ ടൈം ചെയ്യാനായിട്ട് ഗ്രാൻഡ് ഫാദർ ട്രൈ ചെയ്തില്ല. കാരണം എന്താണ്? Because wild mongoose was more useful than a domesticated one. അതായത് ഇണക്കമൊക്കെയുള്ള കീരിയേക്കാളും വൈൽഡ് മങ്കൂസ്, അതായത് വന്യമായിട്ടുള്ള നേച്ചറുള്ള മങ്കൂസാണ് പാമ്പിനെ ഓടിക്കാനൊക്കെ ബെറ്റർ എന്ന് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് അറിയായിരുന്നു. From the banyan tree, I often saw the mongoose patrolling the four corners of the garden. Here, patrolling means to keep watch over an area. അതിങ്ങനെ റോന്ത് ചുറ്റുക എന്നാണ്. അപ്പോൾ ഈ ഗാർഡൻ്റെ 4 കോർണേഴ്സിലൂടെയും ഇങ്ങനെ ഈ മങ്കൂസ് ഇങ്ങനെ റോന്ത് ചുറ്റുന്നത് ഈ ബാനിയൻ ട്രീയുടെ മുകളിൽ നിന്നും നമ്മുടെ ഓതർ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ആൻഡ് വൺസ് ഐ സോ ഹിം വിത്ത് ആൻ എഗ് ഇൻ ഹിസ് മൗത്ത്. ഒരു ദിവസം നമ്മുടെ ഈ കീരിയുടെ വായിൽ ഒരു മുട്ട, ഈ മുട്ടയൊക്കെ കടിച്ച് പിടിച്ചുകൊണ്ട് ഈ കീരി പോകുന്നത് നമ്മുടെ ഓതർ മുകളിൽ നിന്ന് കണ്ടു. ആൻഡ് ന്യൂ ഹി ഹാഡ് ബീൻ ഇൻ ദ പോൾട്രി ഹൗസ്. അപ്പം അവൻ കോഴിക്കോടിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, കോഴിക്കോട്ടിൽ കയറിയിട്ടുണ്ടെന്ന് ഓതറിന് മനസ്സിലായി. ബട്ട് he hadn't harmed the birds. പക്ഷേ അവിടുത്തെ ഒരു പക്ഷിയെ പോലും നമ്മുടെ ഈ കീരി ഉപദ്രവിച്ചിട്ടില്ല. And I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. അതായത് ഈ പാമ്പുകളെ ഈ വീട്ടിൽ നിന്നും തുരത്തുന്നോളം വരെ, എത്ര നാൾ തുരത്തുന്നോ അത്രയും കാലം വരെ അവൻ സ്റ്റീൽ ചെയ്താലും, അവൻ മോഷ്ടിച്ചാലും നമ്മുടെ ഗ്രാൻഡ് മദറിന് വലിയ കുഴപ്പം കാണില്ല എന്നുള്ള കാര്യം ഓതറിന് അറിയാമായിരുന്നു. ഇനി നമ്മുടെ ബാനിയൻ ട്രീയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിചിത്രമായിട്ടുള്ള കഥയാണ് കാണാൻ പോകുന്നത്. The banyan tree was also the setting for what we were to call the strange case of grey squirrel and white rat. അപ്പോൾ ആ പെർട്ടിക്കുലർ ഈവൻറ്റിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഗ്രേ സ്ക്വിറൽ ആൻഡ് വൈറ്റ് റാറ്റ്. അപ്പോൾ ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഗ്രേ സ്ക്വിറൽ, അപ്പോൾ ചാര നിറത്തിലുള്ള ഒരു അണ്ണാനും, വൈറ്റ് റാറ്റ് വെള്ള നിറത്തിലുള്ള ഒരു എലിയുമാണ്. ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്. അപ്പം ഈ വെളുത്ത നിറമുള്ള എലി ആരുടെ ആയിരുന്നു? ഗ്രാൻഡ് ഫാദറിൻ്റെ ആയിരുന്നു. ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ ഫോർ 4 അണാസ്. അപ്പം 4 അണയ്ക്ക് ബസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്നും നമ്മുടെ ഗ്രാൻഡ് ഫാദർ വാങ്ങിക്കൊണ്ട് വന്ന് പെറ്റായിട്ട് വളർത്തുന്ന ആണ് ഈ കുഞ്ഞെലീനെ. ബട്ട് I would often take it with me into the roots and branches of the old tree. അപ്പോൾ ഈ ബാനിയൻ ട്രീയിൽ നമ്മൾ ഓതർ പോകുമ്പം കുഞ്ഞെലീനെ പലപ്പോഴും കൂട്ടുവരുന്നു. ബാനിയൻ ട്രീ where it soon struck up a friendship with one of the squirrels. അപ്പോൾ ഈ ബാനിയൻ ട്രീയിൽ ഒരുപാട് സ്ക്വിറൽസ് ഉണ്ട്, ഒരുപാട് അണ്ണാന്മാരുണ്ട്. അപ്പോൾ അതിൽ ഒരു അണ്ണാനുമായിട്ട് നമ്മുടെ ഈ വൈറ്റ് റാറ്റ് നല്ല കൂട്ടായി, നല്ല ഫ്രണ്ട്ഷിപ്പായി.
they would go off together on little excursions among the branches. Excursions എന്ന് പറഞ്ഞാൽ ടൂർ, നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന പോലെ ടൂർ അല്ലെങ്കിൽ എക്സ്കേർഷൻ. അപ്പോൾ ഈ എക്സ്കേർഷൻ ആര് പോവായിരുന്നു? ഇവർ രണ്ടുപേരും, ഈ റാറ്റും ഈ സ്ക്വിറലും കൂടെ ഈ ബാനിയൻ ട്രീയുടെ ബ്രാഞ്ചസിലൂടെയൊക്കെ ഇങ്ങനെ ചെറിയ ടൂറൊക്കെ നടത്തുമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്താ സംഭവിച്ചത്? Then the squirrel started building a nest. അപ്പോൾ നമ്മുടെ അണ്ണാന് ഒരു നെസ്റ്റ്, ഒരു കൂടുണ്ടാക്കാൻ തുടങ്ങി. At first she tried building it in my pockets. അപ്പോൾ ആദ്യം നമ്മൾ ഹോദറിൻ്റെ പോക്കറ്റിലാണ് ഈ അണ്ണാൻ കൂടുണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. And when I went indoors and changed my clothes, I would find straw and grass falling out. അപ്പോൾ ഞാൻ ഉള്ളിൽ ചെന്ന് ഈ ഡ്രസ്സ് മാറുന്ന സമയത്ത് ഈ പോക്കറ്റിൽ നിന്നും എന്നെയൊക്കെ ചാടും സ്ട്രോ, വൈക്കോലും ഗ്രാസ്, പുല്ലൊക്കെ ഇങ്ങനെ വീഴാനായിട്ട് തുടങ്ങി. കാരണം അതിനകത്ത് നമ്മുടെ ഈ അണ്ണാൻ കൂടുണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരിക്കുകയാണ്. Then one day grandmother's knitting was missing. Here, knitting is a material that is in progress of being knitted. അതായത് ഈ തുന്നി വരുന്ന തുണി, അതായത് തുന്നിക്കൊണ്ടിരിക്കുമ്പോഴുള്ള തുണിനെ നമ്മൾ knitting എന്ന് പറയുന്നത്. We hunted for it everywhere but without success. അപ്പോൾ ഇത് കാണുന്നില്ല. അപ്പോൾ എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷേ ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. Next day, I saw something glinting in the hole in the banyan tree. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഓർഡർ നോക്കുമ്പം ഈ ബാനിയൻ ട്രീയുടെ ഒരു ഹോളിൽ എന്തോ ഇങ്ങനെ ഗ്ലിൻറ്റ് ചെയ്തു. എ ഗ്ലിൻറ്റ് മീൻസ് ടു ഗീവ് ഔട്ട് ഓർ റിഫ്ലക്റ്റ് സ്മോൾ ഫ്ലാഷസ് ഓഫ് ലൈറ്റ്. അപ്പോൾ എന്തോ ഇങ്ങനെ മിന്നുകയാണ് നമ്മുടെ ഈ ബാനിയൻ ട്രീയുടെ ഒരു ഹോളിൽ. Going up to investigate, I saw that it was the end of grandmother's steel knitting needle. അപ്പോൾ ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ്, നമ്മുടെ ഓദർ ഈ ബാനിയൻ ട്രീയുടെ മുകളിൽ വലിഞ്ഞു കയറി ഇൻവെസ്റ്റിഗേറ്റിനായിട്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കയറുകയാണ്. അപ്പോൾ എന്താണ് കണ്ടത്? നമ്മുടെ ഈ ഗ്രാൻഡ് മദറിൻ്റെ കാണാതെ പോയ ആ നിറ്റിങ്ങിൽ, ആ നിറ്റിങ്ങിൻ്റെ എഡ്ജിലുള്ള നിറ്റിംഗ് നീഡിൽ, സ്റ്റീൽ നീഡിലാണ് അവിടെ ഇങ്ങനെ മിന്നിക്കൊണ്ട് ഇരിക്കുന്നത്. On looking further, I discovered that the hole was crammed with knitting. അപ്പോൾ വീണ്ടും നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഓദർ എന്താ കണ്ടത്? ഈ ഹോൾ മുഴുവനും ഈ ഗ്രാൻഡ് മദറിൻ്റെ നിറ്റിംഗ് ഇല്ലേ, അതായത് തുന്നിക്കൊണ്ടിരിക്കുന്ന തുണി കൊണ്ട് ക്രാം ചെയ്തിരിക്കുകയാണ്. ഹിയർ ക്രാം മീൻസ് കംപ്ലീറ്റ്ലി ഫിൽ, നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. And amongst the wool were 3 baby squirrels, all of them white. അപ്പോൾ എന്താണ് സർപ്രൈസ്? ആ ഹോളിൽ ആ നിറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് 3 കുഞ്ഞി സ്ക്വിറൽ ബേബീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആ സ്ക്വിറൽ ബേബീസ് ഗ്രേ കളറല്ല, 3 സ്ക്വിറൽ ബേബീസിനും വൈറ്റ് കളറാണ്. Grandfather had never seen white squirrels before and we gazed at them in wonder. അപ്പം ഗ്രാൻഡ് ഫാദറും ഇതുവരെ വൈറ്റ് സ്ക്വിറൽസിനെ കണ്ടിട്ടില്ല, ഗ്രേ സ്ക്വിറൽസിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം എല്ലാവരും വണ്ടർ അടിച്ചിങ്ങനെ ഈ 3 കുഞ്ഞു സ്ക്വിറൽസിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. We were puzzled for some time. പസിൽ എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ എല്ലാവരും കുറച്ച് നേരത്തെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി, എന്തുകൊണ്ട് ഇതിന് വൈറ്റ് നിറം വന്നു എന്ന്. But when I mentioned the white rat's frequent visits to the tree, grandfather told me that the rat must be the father. പക്ഷേ ഈ വൈറ്റ് റാറ്റിൻ്റെ ഫ്രീക്വൻറ്റ് വിസിറ്റ്സ്, അത് ഇടയ്ക്കിടയ്ക്കുള്ള ഈ ബാനിയൻ ട്രീയിലുള്ള വിസിറ്റ്, അതിനെപ്പറ്റി നമ്മുടെ ഓദർ ഗ്രാൻഡ് ഫാദറോട് പറഞ്ഞപ്പം ഗ്രാൻഡ് ഫാദർ ഗസ് ചെയ്തു എന്ത്? ഈ വൈറ്റ് റാറ്റ് ആയിരിക്കാം ഈ കുഞ്ഞുങ്ങളുടെ ഫാദർ എന്ന്. Rats and squirrels were related to each other, he said. അപ്പം ഈ റാറ്റ്സും സ്ക്വിറൽസും തമ്മിൽ ഒരു ബന്ധമുണ്ട്, അതിൻ്റെ ജീൻസ് തമ്മിൽ ഒരു ബന്ധമുണ്ട്. And so it was quite possible for them to have offsprings. Offspring എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൻ്റെ ചൈൽഡ് അല്ലെങ്കിൽ കുട്ടി എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് തമ്മിൽ ബന്ധമുള്ളത് കൊണ്ട് തന്നെ റാറ്റ്സിനും സ്ക്വിറൽസിനും കൂടി കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇൻ ദിസ് കേസ് വൈറ്റ് സ്ക്വിറൽസ്. അപ്പം ഈ കേസിൽ സ്പെഷ്യൽ സ്ട്രേഞ്ച് കേസിൽ 3 വൈറ്റ് സ്ക്വിറൽസ്, വെള്ള നിറമുള്ള അണ്ണാൻ കുഞ്ഞുങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. താങ്ക് യു.